പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഒരു കുന്നിൻമുകളിലിരുന്ന് തന്നെ കേൾക്കാൻ വന്ന വലിയ ജനക്കൂട്ടത്തോട് സംസാരിക്കുകയായിരുന്നു. അവിടുന്ന് പറഞ്ഞ വാക്കുകളാണ് ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ പ്രഭാഷണങ്ങളിലൊന്ന്, ഗിരിപ്രഭാഷണം. ആ പ്രഭാഷണത്തിന്റെ തുടക്കം വളരെ ശക്തമായ ഒരറിയിപ്പോടെയാണ്. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാണ്. എന്താണ് യഥാർത്ഥത്തിൽ ആത്മാവിൽ ദാരിദ്ര്യം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? സാധാരണയായി ദാരിദ്ര്യം എന്നു കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത് പണമില്ലായ്മയാണ്. എന്നാൽ ഇവിടെ യേശു സംസാരിക്കുന്നത് ബാങ്ക് ബാലൻസിനെക്കുറിച്ചല്ല, നമ്മുടെ ആത്മാവിന്റെ അവസ്ഥയെക്കുറിച്ചാണ്. ആത്മാവിൽ ദരിദ്രനായിരിക്കുക എന്നാൽ ദൈവത്തിന്റെ മുമ്പിൽ നാം ഒന്നുമല്ല എന്ന സത്യം തിരിച്ചറിയുക എന്നാണ്. നമ്മുടെ കഴിവുകൾ, സമ്പത്ത്, വിദ്യാഭ്യാസം, സ്ഥാനമാനങ്ങൾ ഇതൊന്നും ദൈവത്തിന്റെ മുമ്പിൽ ഒരു വിലയുമില്ലെന്ന് വിനയത്തോടെ സമ്മതിക്കുന്നൊരു മനോഭാവമാണിത്. നാം സ്വയം പര്യാപ്തരാണെന്നോ ദൈവത്തിന്റെ സഹായമില്ലാതെ നമുക്ക് രക്ഷ നേടാൻ കഴിയുമെന്നോ ചിന്തിക്കാതിരിക്കുക. ഇതൊരാഴമായ ബോധ്യമാണ്. നമ്മെക്കൊണ്ട് ഒന്നിനും കഴിയില്ല. നമുക്ക് ദൈവത്തിന്റെ കൃപയും പരമയും കൂടിയേ തീരൂ. നമ്മൾ പാപികളാണ്. നമ്മെ ശുദ്ധീകരിക്കാൻ യേശുവിന്റെ രക്തം മാത്രമേ ആവശ്യമുള്ളൂ എന്ന് എളിമയോടെ ഏറ്റുപറയുന്ന അവസ്ഥയാണിത്. ലോകം പറയുന്നത് സ്വയം മതിപ്പുള്ളവരായിരിക്കാനാണ്, ധൈര്യശാലികളായിരിക്കാനാണ്. എന്നാൽ യേശു പറയുന്നു, ആത്മാവിൽ എളിയവർ, താൻ ദൈവത്തിന് മുന്നിൽ ഒന്നുമല്ലെന്ന് മനസ്സിലാക്കുന്നവർ ഭാഗ്യവാന്മാരാണ്. എന്തുകൊണ്ടാണവർ ഭാഗ്യവാന്മാരാകുന്നത്? കാരണം യേശു പറയുന്നു, സ്വർഗരാജ്യം അവരുടേതാണ്. താൻ ദരിദ്രനാണെന്നറിയുന്ന ഒരു മനുഷ്യനാണ് മറ്റൊരാളുടെ സഹായം തേടുക. അതുപോലെ ആത്മാവിൽ ദരിദ്രനാണെന്നറിയുന്ന വ്യക്തി ദൈവത്തെ തേടുന്നു. അവർ തങ്ങളുടെ ശൂന്യമായ കൈകൾ ദൈവത്തിന് നേരെ നീട്ടുന്നു. ദൈവം ആ ശൂന്യതയെ തന്നെ സ്നേഹം കൊണ്ടും കൃപ കൊണ്ടും നിറയ്ക്കുന്നു. സ്വർഗരാജ്യമെന്നത് അവർക്ക് ഈ ഭൂമിയിൽ വെച്ച് തന്നെ അനുഭവിക്കാനാകുന്ന ദൈവത്തിന്റെ വാഴ്ചയാണ്. ഒപ്പം നിത്യതയിൽ കാത്തിരിക്കുന്ന മഹത്തായ സമ്മാനവുമാണ്. നമ്മൾ ഇന്ന് എവിടെ നിൽക്കുന്നു? നമ്മൾ നമ്മുടെ സ്വന്തം ശക്തിയിൽ ആശ്രയിക്കുകയാണോ? അതോ ദൈവത്തിന്റെ മുമ്പിൽ പൂർണ്ണമായി വിനയപ്പെട്ട് കർത്താവേ, എനിക്കങ്ങയെ വേണം എന്ന് ഏറ്റുപറയുകയാണോ? നമുക്കിന്ന് ഒരു നിമിഷം ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ദൈവമേ, എന്റെ ആത്മീയ ദാരിദ്ര്യം ഞാൻ തിരിച്ചറിയുന്നു. അങ്ങയുടെ കൃപയും കരുണയും എനിക്ക് നൽകണമേ. എങ്കിൽ നമുക്കും ആ ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ കഴിയും. നന്ദി.